ഹായ് ഫ്രണ്ട്സ്, ഇത് ജോലി കഴിഞ്ഞ് വന്ന നേരത്തെ വീഡിയോ ആണ്. അപ്പോൾ ചോറ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ വേഗം കുറച്ച് അരിയൊക്കെ അടുപ്പത്തിട്ടു. അത് തിളപ്പിച്ചിട്ട് തെർമൽ കുക്കറിൽ ഇറക്കി വെച്ചു. എന്നിട്ട് ഞാൻ വേഗം കാപ്പിക്കുള്ള വെള്ളം വെച്ചിട്ട് അപ്പോൾ അങ്ങനെ കാപ്പിയായപ്പോൾ അതിൽ കാപ്പിപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ വാവച്ചി ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഏതാണ്ട് ഒരു 7:30 കഴിയും വരുമ്പോൾ. അപ്പോൾ വിജയശേട്ടൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവളെയും കൊണ്ട് വരികയാണ് ചെയ്യുക. അപ്പോൾ എപ്പോൾ വരുമ്പോൾ ഇതുപോലെ ഒരു പാക്കറ്റ് കപ്പലണ്ടി വാങ്ങിച്ചിട്ട് വരും. അപ്പോൾ ആൾ വണ്ടിയിൽ ഇരുന്നിട്ട് തന്നെ അത് പൊട്ടിക്കും. അപ്പോൾ വന്ന വശം എൻ്റെ കയ്യിൽ തന്നു. അത് കഴിഞ്ഞിട്ട് വിജയശേട്ടൻ്റെ കമ്പനിയിൽ നിന്ന് എന്തോ ചിലവുണ്ടായിരുന്നു. അത് കാരണം കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ കഴിച്ചില്ല. പിന്നെ 2-3 എണ്ണം ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി വേഗം കാപ്പിയൊക്കെ കുടിച്ചു. അപ്പോൾ അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം വാവിച്ച് കാപ്പി കുടിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അത് കഴിഞ്ഞിട്ട് താറാവിൻ്റെ പാർട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വാങ്ങിച്ചതല്ല, മണിക്കുട്ടൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അമ്മ വാങ്ങിച്ചു കൊണ്ട് വന്ന് തന്നതാണ്. അപ്പോൾ ഞാൻ അത് കഴുകിയിട്ട് മേല് കഴുകാമെന്ന് വിചാരിച്ചു. അത് കഴുകി വെച്ചിട്ടേ, അല്ലെങ്കിൽ മേലൊക്കെ മണാവില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴുകി വെള്ളം വാരാനായിട്ട് വെച്ചിട്ട് വേഗം ഞാൻ പോയി കുളിച്ചു. കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം വിജയശേട്ടൻ വരുമ്പോൾ കുറച്ച് പച്ചക്കറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാങ്ങയും പിന്നെ മറ്റേ ഇതില്ലേ, എന്താ പറയുക, ചെമ്മിയാമ്പൊടി ഉണക്ക അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നാളെ കറി വെക്കാനായിട്ട്. അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം വേഗം ഞാൻ താറാവിൻ്റെ പാർട്സ് വെക്കാനായിട്ടുള്ള സബോളയൊക്കെ അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇത് വെക്കാനായിട്ട് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ചിക്കൻ വെക്കണ പോലെ തന്നെ വെച്ചു. 3 സബോള എടുത്തുള്ളൂ, അധികം സബോളയൊന്നും എടുത്തില്ല. വല്ലാണ്ട് സബോള ഇട്ട് കഴിഞ്ഞാൽ മതിരിക്കൂലോ. പിന്നെ 1 കിലോനുള്ളൂ, കുറേയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല, പക്ഷേ വാവച്ചിക്ക് മണിക്കുട്ടനൊക്കെ ഇഷ്ടമാണ്, വിജയശേട്ടനും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ 3 സബോളയൊക്കെ എടുത്തിട്ട് വേഗം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തു. എന്നിട്ട് ഞാൻ വേഗം അതൊക്കെ അരിഞ്ഞെടുത്തു. പിന്നെ ഞാനിന്ന് വന്ന വശം വേഗം ചോറ് വയ്ക്കാൻ കാരണം അമ്മ മെഡിക്കൽ കോളേജിൽ കിടക്കുന്നുണ്ട്, ഹോസ്പിറ്റലിൽ. അപ്പോൾ അമ്മയുടെ അടുത്തേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ആദ്യത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അമ്മയ്ക്ക് വയ്യ, തണ്ടിൽ വേദനയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോഴേക്കും അമ്മ വിളിച്ച് പറഞ്ഞു വരണ്ട, അച്ഛൻ ചപ്പാത്തിയൊക്കെ വാങ്ങിച്ച് തന്നു. പിന്നെ ഇപ്പം അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഓപ്പറേഷനുള്ള ഡേറ്റ് കിട്ടാനായിട്ട് ഡോക്ടർ 2 ദിവസം അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് കാരണം കിടന്നതാണ്. അപ്പോൾ അമ്മ വിളിച്ച് പറഞ്ഞു ഇനിയിപ്പോൾ നീ വരണ്ട എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ പോയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ചപ്പാത്തിയും പിന്നെ മുട്ടക്കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നാളെ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ട് അമ്മയുടെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം അതിൻ്റെ ഇടയിൽ വേഗം ഞാൻ സബോളയൊക്കെ അരിഞ്ഞെടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം ഇട്ടിട്ട് കറിയൊക്കെ അടുപ്പത്ത് വെച്ചപ്പോഴേക്കും ചേച്ചി വിളിച്ചു, അമ്മയുടെ വിവരമൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ചേച്ചിയോട് സംസാരിച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം വാവച്ചിക്ക് കറിക്കായി വന്നപ്പോഴേ വാവച്ചിക്ക് ചോറൊക്കെ കൊടുത്തു. എല്ലാവർക്കും ചോറ് കൊടുത്തു. ചോറ് കൊടുക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബാക്കിയുള്ള ചോറൊക്കെ ഞാൻ നിക്കൂന് കൊടുക്കാനായിട്ട്, അത് ഇന്നലെ മീൻ കറി വെച്ച ചട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ആ ചോറൊക്കെ ഇട്ടിട്ട് അതൊക്കെ നന്നായിട്ട് പരട്ടിയെടുത്തു. അപ്പം അങ്ങനെ അപ്പം നിക്കൂന് ചോറ് കൊടുക്കലും കൂടി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അടുക്കളയൊക്കെ തുടച്ചിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം. പിന്നെ വിജയശേട്ടൻ കുറച്ച് കൂർക്ക വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊലിയൊക്കെ ഞാൻ കളഞ്ഞ് അതൊക്കെ നുറുക്കി വെച്ചു. അപ്പോൾ നാളെ അമ്മയുടെ അടുത്തേക്ക് പോകണം. അപ്പോൾ നല്ല നല്ല വീഡിയോകളായിട്ട് വരാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.